ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ്റെ പ്രണാമം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണുയോഗി ഷീലായ്യപ്പൻ. ഇന്ന് നമ്മൾ ആത്മവിദ്യയുടെ 5ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ എല്ലാം സൃഷ്ടാവായ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, ജഗത്കാരണഭൂതനായ നാരായണനെ സ്മരിക്കാം. ആരും വന്നിട്ടില്ല, എന്നാലും ഞാൻ എൻ്റെ കർമ്മം തുടരുകയാണ്. ഇന്നലെ നമ്മൾ ഭാഗവതത്തിലെ 1ാമത്തെ ഭാഗവത കീർത്തനം ആണ് പഠിച്ചത്, അല്ലെങ്കിൽ ചൊല്ലിയത്. ഭാഗവത കീർത്തനം 1ാം പാദത്തിലെ ഒരു 6 ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലിയിരുന്നു. ഇന്ന് ഞാൻ അതിലെ ബാക്കി ശ്ലോകങ്ങൾ ചൊല്ലാൻ പോവുകയാണ്. അപ്പോഴത്തേനും ആളുകളൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജമന്നകമേ വിലസുക നാരായണ ജയ. കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം കെട്ടുകളോ ഫലഭുക്ത്യാഗീതം മുക്തന്മാരവർ നാരായണ ജയ. കേൾക്കണമെളുതായുണ്ടു രഹസ്യം ദുഷ്കൃതവും നിജ സുഹൃതവുമെല്ലാം കാൽക്കൾ നമസ്കൃതി ചെയ്തു മുകുന്ദനെ ലാക്കുക സതതം നാരായണ ജയ. കയ്യിൽ വരുന്നതു കൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരിച്ചിക്കൊല്ല കൈവരുമാകിലും ഇന്ദ്രന്റെ പദം എന്തിനു തുച്ഛം നാരായണ ജയ. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം അടിമലർ തൊഴുകിലൊരിച്ഛാഹീനൻ മുക്തന്മാരവർ നാരായണ ജയ. കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവത്മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുപമകാലം പോയാൽ സമമിഹ നാരായണ ജയ. കൗതുകമൊന്നിലുമില്ലിനി മഗധ ഭഗവത് ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ. കരുണാകരനാം ശ്രീനാരായണ നരുളിയിടും നിജ സായുജ്യത്തെ ഒരു ഫലമുണ്ടോ 10,000 ചത്തുപിറന്നാൽ നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വെച്ചേ ജനിമരണങ്ങളെനിക്കിനി വേണ്ട പരിപാലയമാം നാരായണ ജയ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജമൻ അകമേ വിലസുക നാരായണ ജയ. അപ്പോൾ ആരും വന്നിട്ടില്ല. ഇതിനകത്ത് ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാവുന്നുണ്ട്. കുറച്ച് ഫ്രണ്ട്സിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. വരുന്നെങ്കിൽ വരട്ടെ. നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മമാണ്. അത് ഭഗവാൻ നമ്മുടെ എല്ലാം ജഗത്പിതാവായ നാരായണൻ പഠിപ്പിച്ചാണ്. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണമെന്ന്. യാതൊരു പ്രതിഫലവും ഒന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഭഗവാനാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. അപ്പം ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. ആരും വന്നിട്ടില്ല, കുഴപ്പമില്ല. എനിക്ക് വന്നാലും സന്തോഷം, വന്നില്ലെങ്കിലും സന്തോഷം. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആത്മവിദ്യയുടെ 5ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. 5ാമത്തെ പാഠമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ പ്രണാമം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലത്തെ ബാക്കിയാണ് നമ്മൾ പഠിച്ച. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു 10-30 വയസ്സ് വരെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തില്ലെന്നല്ല, കാര്യമായിട്ട് എടുക്കുക തന്നെ ചെയ്തു. പക്ഷെ അതൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ കയറ്റി എനിക്ക് മനസ്സിനെ ഞാൻ അങ്ങനെ ഒരുപാട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. അത് ഞാൻ സോൾവ് ചെയ്യാനാണ് എപ്പോഴും ശ്രമിച്ചത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യും, അപ്പം പിന്നെ അടുത്തത് വരും. അങ്ങനെയായിരുന്നു ജീവിതം. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ മാറണം അല്ലെ മാറ്റണം എന്ന്. ഹരിയോം ശശികണ്ണ, ഹരിയോം ഹരിയോം ഹരിയോം.
ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നു, 9 മണിക്ക് വന്നു. ആദ്യം ഒരു നെറ്റിന് ഇച്ചിരി ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഓക്കെ ആയി. ഇപ്പോഴും സ്ലോ കണക്ഷനാണ്, കാരണം ഇത് ഡേറ്റ വെച്ചാണല്ലോ ചെയ്യുന്നത്, നമുക്ക് വൈഫൈ ഒന്നും ഇല്ല. അപ്പം നമ്മൾ പിന്നെ ഭാഗവത കീർത്തനത്തിനകത്ത് 1-ാം പാദം കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു 6 ശ്ലോകം ചൊല്ലിയായിരുന്നു. അതിൻ്റെ ബാക്കി ഒരു 8 ശ്ലോകമാണെന്ന് തോന്നുന്നു, അത് ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, അത്രയും ഇപ്പം ചെയ്തുള്ളൂ. എന്നിട്ട് ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ആരെയും കണ്ടില്ല. നമ്മൾ എല്ലാവരും വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ഒരുപോലെ സന്തോഷമാണ്. കാരണം ഓരോരുത്തരും ഭഗവാനാണല്ലോ, ഭഗവാൻ വിചാരിച്ചെങ്കിലല്ലേ കാര്യം നടക്കുള്ളൂ, അല്ലേ? എൻ്റെ കയ്യിലല്ലല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സാധിക്കണമെങ്കിൽ ഭക്തി ഇല്ലാത്തവർക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം ഭക്തി ഇല്ലെങ്കിൽ നമ്മൾ പലയിടത്തും നമ്മുടെ കാല് അല്ലെങ്കിൽ അടിപതറും, നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും. പക്ഷെ ഭക്തിയുള്ളവൻ എന്ത് പ്രശ്നം വന്നാലും അത് നിഷ്പ്രയാസം അതിനെ തരണം ചെയ്യും. കുറച്ച് കഷ്ടപ്പെട്ടായാലും അത് തരണം ചെയ്യുക തന്നെ ചെയ്യും. അപ്പം നമ്മുടെ പ്രശ്നങ്ങളില്ലാതായി നമുക്ക് ശാന്തി, പരമമായ ശാന്തി അഥവാ മുക്തി അഥവാ മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ വിഷ്ണു ഭക്തിയിലോട്ട് തന്നെ പോകണം. അതായത് നമ്മൾ നമ്മളെ തന്നെ പ്രാർത്ഥിക്കുമ്പോഴാണ് വിഷ്ണു ഭക്തി. നമുക്ക് പുറത്തുള്ള ഈ 33 കോടി ദൈവങ്ങളും നമ്മൾ പുറത്ത് കരുതുന്ന ദൈവങ്ങളെന്ന് കരുതുന്നതൊക്കെ വിഗ്രഹങ്ങളെന്ന് കരുതുന്നതും ഒക്കെ ശിവന്മാരാണ്. യഥാർത്ഥ വിഷ്ണു എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും ശിവനും വിഷ്ണുവുമാണ്. പക്ഷെ നമുക്ക് അറിയില്ല, നിങ്ങൾക്കറിയില്ല, ഞാനത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരും ഭഗവാന്മാരാണ്. ഒരു ഭഗവാനല്ല, 3 ഭഗവാനാണ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. അല്ലെങ്കിൽ ഓരോരുത്തരും 3 ഭഗവാനായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓങ്കാരമായ ഒരു 3ആയി പിരിഞ്ഞുടനെ അങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഭഗവാനാണ്, ആരും ഒറ്റയ്ക്കല്ല. നമുക്ക് തോന്നും, അയ്യോ ഞാൻ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ ഭർത്താവ് പോയി, എൻ്റെ ഭാര്യ പോയി, എൻ്റെ അമ്മയും പോയി, എൻ്റെ അച്ഛനും പോയി, എല്ലാവരും പോയി, എനിക്ക് ആരുമില്ല, എൻ്റെ മക്കളെ നോക്കുന്നില്ല. അതൊക്കെ നമ്മുടെ വെറും തോന്നലാണ്. നമ്മൾ ഈ ഒരാൾ പോരെ, എന്തിനാണ് അധികം പേര്? ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ തന്നെ കൂടുതലാണെന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ്. പിന്നെ നമ്മളൊന്നും ഒറ്റയ്ക്കേ അല്ല, നമ്മൾ 3ആയിട്ടിരിക്കുകയാണ്. 3 ഭഗവാന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു, ഇന്നലെ നമ്മുടെ ഈ ശീർഷം തൊട്ട് നമ്മുടെ ജസ്റ്റ് വരെയുള്ള ഭാഗത്ത് വിഷ്ണുവും, പിന്നെ നാഭി പ്രദേശത്ത് പിന്നെ ബ്രഹ്മാവും, പിന്നെ അതുപോലെ നമ്മുടെ ലിംഗം തൊട്ട് താഴോട്ടുള്ള ഭാഗത്ത് ഭഗവാൻ ശിവനും ഉണ്ട്. നമ്മൾ 3 കൂടെ ചേർന്ന് നാരായണനാണ്. ഹരി ഓം വസന്തകുമാരി വത്സല, ഇന്നലെ വന്നെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഹരിയോം പറഞ്ഞേനും. ഹരിയോം പറഞ്ഞു പഠിക്കൂ കുട്ടി. ഓക്കെ, നമ്മളിത് ഭക്തിയാണ് നമ്മുടെ വിഷയം. ഓക്കെ, അപ്പം നമ്മൾ ഹായ് ഹലോ ഒക്കെ നമ്മൾ കഴിയുന്ന അത്ര ഒഴിവാക്കുക. സന്തോഷം എന്തായാലും. അപ്പം നമ്മുടെ മലയാളികൾക്കൊന്നും ഒരു ശീലമില്ല, ഹരിയോം പറഞ്ഞില്ല. കൂടുതലും പറയുന്ന ആൾക്കാർ ഓം നമ ശിവായ. ഞാനതല്ലാതെ പറയാറില്ല. എനിക്ക് ശിവനെയും ഇഷ്ടമാണ്, ബ്രഹ്മാവിനെ ഇഷ്ടമാണ്, പിന്നെ വിഷ്ണു ഭഗവാനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ഓർമ്മകാലം തൊട്ട് ഞാൻ ആരാധിക്കുന്ന വിഷ്ണു ഭഗവാനെയാണ്. അപ്പം വന്ന സ്റ്റുഡൻസിനൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഹരിയോം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളാരും ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും പേടിക്കേണ്ട. നമ്മൾ ഒന്നല്ല, നമ്മൾ 3 പേരുണ്ട്. ഇനി അത് തന്നെയാണോ പിന്നെ നമ്മുടെ പൂന്താനം പറഞ്ഞിട്ടില്ലേ, വിശ്വനാഥൻ നമുക്കു പിതാവല്ല, വിശ്വധാത്രി ചരാചര മാതാവും, അച്ഛനും പുനരമ്മയുമുള്ളപ്പോൾ ദുഃഖിച്ചിടുന്നതെന്തിനു നാം വൃത. വിശ്വനാഥൻ പിതാവോ നമുക്കെല്ലാം. വിശ്വനാഥൻ ആരാ? ഭഗവാൻ നാരായണൻ നമ്മുടെ പിതാവാണ്. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. വിശ്വനാഥൻ പിതാവോ നമുക്കെല്ലാം, വിശ്വധാത്രി ചരാചര മാതാവും. ധാത്രി എന്ന് പറഞ്ഞാൽ ഭൂമിദേവി നമ്മുടെ മാതാവാണ്, ചരാചരങ്ങളുടെ മാതാവാണ്. അമ്മയും പുനരച്ഛനുമുള്ളപ്പോൾ ദുഃഖിച്ചിടുന്നതെന്തിനു നാം വൃത. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വസുദേവനും വസുന്ധരയും. അപ്പം നമുക്ക് ഭഗവാനെ, നമ്മുടെ പിതാവായിരിക്കുന്ന നാരായണനെ ഒന്നും കൂടി വണങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ദേവി വസുന്ധരായ നമഃ. അപ്പം നമ്മുടെ എല്ലാം അച്ഛനാണ് ഭഗവാൻ നാരായണൻ, നമ്മുടെ എല്ലാം അമ്മയാണ് ഭൂമിദേവി. ഈ ഭൂമിയിൽ കാണുന്ന സർവ്വജീവനുള്ള ചരാചരങ്ങൾ, അതായത് മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾ, അതായത് പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം നമ്മുടെ ആത്മസഹോദരന്മാരാണ്. നമ്മൾ അവരെയും സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കും. അപ്പം നമുക്ക് എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളാരും ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കാണെന്നുള്ള സങ്കടമേ വേണ്ട. ഭഗവാനോട് കൂടുതൽ അടുത്ത് നോക്കൂ. നമുക്ക് 1000 സുഹൃത്തുക്കളെ കിട്ടും. നമുക്ക് എന്താ കിട്ടാത്തത്? നമുക്കെല്ലാം നമുക്ക് നേടിയെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടല്ലോ അതെല്ലാം നമുക്ക് പരിഹരിക്കാം. പക്ഷെ ഞാനായിട്ടൊന്നും പരിഹരിച്ചു തരത്തില്ല. അത് നിങ്ങൾക്ക് ഞാൻ വഴി പറഞ്ഞു തരും. അത് വഴിയിൽ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക.
അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറി നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ലോകത്ത് മനുഷ്യന് ഏറ്റവും കൂടുതലുള്ള രോഗങ്ങളാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ വിഷ്ണു ഭക്തിയിൽ കൂടെ തന്നെ പോകണം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ എല്ലാ എന്താ പറയുക എല്ലാ ഭക്തിയും ശ്രദ്ധയും എല്ലാം നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ കേന്ദ്രീകരിച്ചേ മതിയാകൂ. ഹരിയോം ഹരിയോം. അപ്പോൾ നമ്മൾ വിഷ്ണു ഭക്തിയിലോട്ട് പോകണം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം കൊണ്ടൊന്നും യോഗിയാകാൻ പറ്റത്തില്ല. ഞാൻ ഈ യോഗിയാണോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അതങ്ങനെ അങ്ങ് ആയിപ്പോയതാണ്. അങ്ങനെ തനിയെ സംഭവിച്ച സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു എന്താ പറയുന്ന ഒരു പ്രക്രിയയാണ്. അതായത് നമുക്കറിയാമല്ലോ, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു, പോരെങ്കിൽ 1-2 കല്യാണമൊക്കെ കഴിച്ചു, കുട്ടികളും ഭർത്താവായിട്ട് ഒക്കെ ജീവിക്കുന്ന ഒരാൾ യോഗിയാന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതും സംഭവിച്ചു. അത് സംഭവാമി യുഗയുഗ എന്ന് ഭഗവാൻ വെറുതെ അല്ല പറഞ്ഞത്. സംഭവിക്കാനുള്ളത് എങ്ങനെയായാലും അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത വേണ്ട. നമ്മൾ ഇന്ന് സമയം കളയരുത്. ശുഭസ്യ ശീക്രം എന്നാണ്. നല്ല കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കുക. അപ്പം വിഷ്ണുയോഗ പഠിക്കുക. അതിന് ആദ്യം ചെയ്യേണ്ടത് ഇന്നലെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം. വിഷ്ണുയോഗ പഠിക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു 5 മണിക്ക് എണീക്കുക. കൃത്യമായിട്ട് അലാറം വെച്ച് എഴുന്നേറ്റിട്ട് നമ്മൾ എഴുന്നേറ്റ് ഭൂവന്ദനം ചെയ്യുക. ഒന്നാമത് ഭൂവന്ദനം ചെയ്യുക. രണ്ടാമത് നമ്മുടെ മാതാപിതാക്കളെ പിന്നെ ആദരിക്കുക, അല്ലെങ്കിൽ അവരെ സ്തുതിക്കുക. മാതാപിതാക്കൾ അവരെ പേരെങ്കിലും ഉച്ചരിച്ചാൽ മതി. പിന്നെ ഗുരുവിനെ വന്ദിക്കുക. ഗുരുവാണല്ലോ നമുക്ക് അറിവ് പറഞ്ഞു തരുന്നത്. 4-മത് ഭഗവാൻ നാരായണനെ വന്ദിക്കുക. ഭഗവാനെ വന്ദിക്കാൻ നമുക്ക് ഒരുപാട് കീർത്തനങ്ങൾ അറിയാം, ശ്ലോകങ്ങൾ എന്തെങ്കിലും അറിയാവുന്നതൊക്കെ ചെല്ലും. ഇനി ഒന്നും അറിയത്തില്ല, ഓം നമോ നാരായണ ചെല്ലി നമ്മൾ രാവിലത്തെ ദിവസം തുടങ്ങും. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ട് വീണ്ടും കുളിക്കുന്ന സമയത്ത് നമുക്ക് ഓം നമോ നാരായണയൊക്കെ ചെല്ലാം, അല്ലെ നാരായണ നാരായണ എന്ന് പറയാം. വസന്തകുമാരി PN, ഇയാളും PN ആണ്, ഞാനും PN ആണ്. നമ്മൾ രണ്ടും ഓർമ്മയാകാലം തൊട്ടുള്ള സുഹൃത്തുക്കളും അയൽവക്കക്കാരും ഒക്കെയാണ്. അപ്പം വസന്തകുമാരി എന്ന എൻ്റെ പ്രിയപ്പെട്ട വത്സല വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് മോളെ. അപ്പം രാവിലെ ഇത് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ വസന്തകുമാരി. രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് രാവിലെ ഭൂവന്ദനം, മാതാപിതാ വന്ദനം, ഗുരുവന്ദനം, ഈശ്വരവന്ദനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ അല്പനേരം കണ്ണടച്ചിരുന്ന് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഭഗവാനോട് പറയും. എന്തൊക്കെയാണ് നമുക്ക് സാധിക്കാനുള്ളത് അതൊക്കെ നമ്മൾ കുറച്ചു നേരം ഭഗവാനോട് പറഞ്ഞ്, കുറച്ചു നേരം ഒരു 5 മിനിറ്റൊക്കെ ഭഗവാനോട് കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ പറഞ്ഞാൽ അത് ഭഗവാന് കേട്ടോളൂ. കാരണം നമ്മുടെ പിതാജി, നമ്മുടെ പപ്പാജി നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പപ്പാജിയോട് എല്ലാം പറയുക. അതിനുശേഷം രാമായണം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ രാമായണം കേൾക്കുക, യൂട്യൂബ് എടുത്ത് കേൾക്കുക. രാമായണം ഒരുപാട് രാമായണ പാരായണം യൂട്യൂബിലുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത് N ശ്രീലത എന്ന് പറഞ്ഞ മാഡത്തിൻ്റെ ഒരു ടീച്ചറാണ്. അവരുടെ പാരായണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിന്നെ സ്വയം വായിക്കാറുണ്ട്. എന്നാലും രാമായണ മാസത്തിലൊക്കെ സമയം കിട്ടാത്തപ്പോൾ ഞാനിത് കേൾക്കാറുണ്ട്. അപ്പോൾ രാമായണം കേൾക്കുക. പിന്നെ ഭഗവത്ഗീത ഒന്നും ഇപ്പം തൽക്കാലം പഠിക്കേണ്ട, അതൊന്നും ആർക്കും മനസ്സിലാവില്ല. ആദ്യം രാമായണമൊക്കെ പഠിച്ച് വരുന്ന കഴിഞ്ഞതിന് ശേഷം ഭഗവത്ഗീത വല്ലതും പഠിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ രാമായണം വായിക്കാതെ അവനവൻ എന്താണ് ഏതോ വേദഗ്രന്ഥങ്ങളാണ് ഫോളോ ചെയ്യുന്നത് അത് വായിക്കണം നിർബന്ധമായിട്ട്. പിന്നെ കുറച്ച് നേരം നല്ല പിന്നെ ഭജനമൊക്കെ കേൾക്കും. നമ്മുടെ യൂട്യൂബിൽ നിന്നൊക്കെ നല്ല പാട്ടുകൾ എടുത്ത് ഭക്തിഗാനങ്ങളൊക്കെ എടുത്ത് കേൾക്കുക. വിഷ്ണു സഹസ്രനാമം കേൾക്കുക. പിന്നെ കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രബദ്ധത എന്ന് പറഞ്ഞൊരു കീർത്തനം ഉണ്ടല്ലോ, ദുഷ്ട കമലാകാന്ത ത്രൈലോക്യം വന്ദനം ശിവ, അങ്ങനെ എങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ രാവിലെ കേട്ട് നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആയതിനു ശേഷം ഒരു മണിക്കൂർ ചിലപ്പോൾ എടുക്കും, അല്ലെ 1.5-2 മണിക്കൂർ എടുത്ത്. 5 മണിക്ക് എണീക്കുന്ന ഒരാളല്ലേ 7 മണിയാകുമ്പോഴത്തേന് ഇതൊക്കെ കഴിയാം. മിക്കവാറും 1 മണിക്കൂർ കൊണ്ട് കഴിയും. എന്നിട്ട് വേണം നമ്മൾ വെള്ളം കുടിക്കാനോ അടുക്കളയിൽ കയറാനോ നമ്മുടെ കർമ്മങ്ങളൊക്കെ തുടങ്ങാൻ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ വിഷ്ണുയോഗ പഠിക്കാൻ കർമ്മയോഗികൾക്കേ പറ്റുകയുള്ളൂ. കാരണം വിഷ്ണുയോഗ എന്ന് പറഞ്ഞാൽ ഭക്തിയോഗവും കർമ്മയോഗവും ചേരുന്നതാണ്. ഈ രണ്ടും ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അലസന്മാരും ജോലി എടുക്കാത്തവർ, ജോലിക്ക് പോകാത്തവരും വെറുതെ ഇരുന്ന് ഉറങ്ങുന്നവരും പിന്നെ അവിടെ എന്താ പറയുന്നത് വെറുതെ TV കണ്ടു അങ്ങനെയൊക്കെ സമയം കളയുന്നവർക്കൊന്നും വിഷ്ണുയോഗ പഠിക്കാൻ പറ്റുകയില്ല. അതൊക്കെ ശിവയോഗ അവർക്ക് പറ്റത്തുള്ളൂ. കാരണം അലസന്മാരുടെ യോഗയാണ് ശിവയോഗ. കാരണം അവർ പണിയെടുക്കത്തില്ല. പക്ഷേ വിഷ്ണുയോഗ എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. കാരണം വർക്ക് ആൻഡ് എനർജി. വിഷ്ണു എന്ന് പറഞ്ഞാൽ എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ പോസിറ്റീവ് എനർജി നമുക്കുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല എനർജി വേണം, പോസിറ്റീവ് എനർജി വേണം. അപ്പം നെഗറ്റീവ് എനർജി ആണെങ്കിൽ നമ്മുടെ ഇതിൽ വരുന്നതൊക്കെ നെഗറ്റീവ് കർമ്മങ്ങളായിരിക്കും. മോഷണം, കൊലപാതകം, പിടിച്ചുപറി, അഴിമതി, അന്യായം, കാണുന്നില്ലേ നമ്മുടെ ലോകത്ത് എന്തൊക്കെ നടക്കുന്നത്. അതൊന്നും നമുക്ക് പറ്റില്ല. അത് പറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ വിഷ്ണുയോഗ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് എപ്പോഴാണോ ഭഗവാനെ സ്തുതിക്കണം തോന്നുന്നത്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് ഹരിയോം 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 പറയുക, അല്ലെങ്കിൽ ഓം നമോ നാരായണ 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 പറയുക. കാം കർത്തേ രഹോ ജപ് കർത്തേ രഹോ, കാം കർത്തേ രഹോ ജപ് കർത്തേ രഹോ. അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കൂ, എന്നാൽ നമ്മൾ കൂടെ ജപിച്ചുകൊണ്ടേ ഇരിക്കും. ഇതാണ് നമ്മുടെ വിഷ്ണുയോഗം. പിന്നെ നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ചെല്ലുക, കിടക്കാൻ നേരത്തെ ചെല്ലുക. നമ്മുടെ ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു കുണ്ടലിനി ഉയർത്തണ്ട, ഒന്നും ധ്യാനിക്കാനും പോകണ്ട, ഒരിടത്തും പോയിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനും ഒന്നും പോകണ്ട. അതൊന്നും നമ്മുടെ വിഷ്ണുയോഗയല്ല. പ്രത്യേകിച്ച് വിഷ്ണുയോഗ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണു നമ്മളോട് ഒരു കാര്യമേ പറയുന്നുള്ളൂ,
അതായത് ഒന്നാമത് ഭക്തി വേണം, രണ്ടാമത് കർമ്മം ചെയ്യുക. അത് കൂടാതെ പറയുന്നത് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഭഗവാന് വേണ്ടി എന്തെങ്കിലും പൂജ ചെയ്തേ നിങ്ങൾക്ക് പറ്റുള്ളെങ്കിൽ ഒരു പത്രം, അതായത് ഒരു കൂവളത്തല അല്ലെങ്കിൽ ഒരു കൂവളത്തലയോ തുളസിയിലയോ ഒരു പൂവ്, ഏതെങ്കിലും ഒരു പൂവ്, അല്പം വെള്ളം അല്ലെങ്കിൽ ഒരു പഴം, ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ ആടിനെ വെട്ടി ചോറ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ ദേവികൾക്ക് കാളിക്ക് കൊടുക്കുന്നല്ലോ പൂജ കൊടുക്കണമെന്നൊന്നും വിഷ്ണു ഭഗവാൻ പറയില്ല. വിഷ്ണു ഭഗവാന് കർമ്മം ചെയ്യുന്നവരെയും ഭക്തരെയും മാത്രം മതി, അല്ലാതെ ഒന്നിനും ഭഗവാൻ കൂട്ടു നിൽക്കുന്ന ആളല്ല. അത് നമ്മൾ തന്നെ അങ്ങനെയാണ്, എല്ലാവരും വിഷ്ണു ഭക്തരൊക്കെ അങ്ങനെയാണ്. അപ്പം ഇതാണ് ഒരു സാധാരണ മനുഷ്യൻ അവന്റെ ആഗ്രഹം സാധിക്കാനുള്ള വഴി. അവൻ കർമ്മം ചെയ്യണം, കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഭഗവാൻ നമുക്ക് മേളിൽ നിന്ന് കുലുക്കിയിട്ട് ഒന്നും തരത്തില്ല. അതുകൊണ്ട് ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക. എന്താ ആഗ്രഹങ്ങൾ? നമുക്കൊന്ന് ഫ്ലൈറ്റിൽ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ട്, അത് സാധിക്കുക. അതിപ്പം വിദേശത്ത് പോകണമെന്നില്ല, തിരുവനന്തപുരത്തു നിന്ന് പിന്നെ എന്താ പറയുന്നത് എറണാകുളത്തോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ എറണാകുളത്തു നിന്ന് കോഴിക്കോട്ടേക്ക് കിട്ടും. അപ്പോൾ എല്ലായിടത്ത് പിന്നെ എല്ലാം നമുക്ക് എല്ലാ സൗകര്യവും ഭഗവാൻ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ ഭക്തിയും കർമ്മവും ഒരുമിച്ച് കൊണ്ടുപോകാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, വേറൊരു പോയിന്റ് പഠിപ്പിച്ചത് സപ്ത സോപാനപ്പടികളെ കുറിച്ച് പഠിച്ചു, 7 പടികളെ കുറിച്ച്. അത് യോഗികൾക്ക് പറഞ്ഞുള്ളൂ. അതിപ്പോ അതിൽ ശീലായ്യപ്പൻ അത് കവർ ചെയ്ത് പോയ ഒരാളാണ്. അത് നിങ്ങൾക്കത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ ഒന്നാമത്തേത് ഭക്തിയാണ്, രണ്ടാമത്തേത് കർമ്മമാണ്, മൂന്നാമത്തേത് സ്നേഹമാണ്, നാലാമത്തേത് നിഷ്കപടതയാണ്, നിർവൈരതയാണ്. ആരോടും നമുക്ക് ശത്രുത വെക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യരോട് നമ്മൾ ശത്രുത വെച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. അടുത്ത അഹിംസയാണ്. ഒരു ഉറുമ്പിന് പോലും നമ്മളറിയാതെ നമ്മളെ കടിച്ചാൽ നമ്മൾ ഉറുമ്പിനെ ഞെരടി കൊന്നോ കുഴപ്പമില്ല. പക്ഷേങ്കിൽ എവിടെയെങ്കിലും വഴിയെ ഒരു ഉറുമ്പും കൂട് കണ്ടു, അല്ലെ നമ്മൾ ഉപദ്രവിക്കാത്ത ഒരു ജീവിയെ നമ്മൾ പോയി ഒരിക്കലും ഉപദ്രവിക്കരുത്. അത് അഹിംസയല്ല, അത് ഹിംസയാണ്, അക്രമമാണ്. അപ്പൊ ഇങ്ങനെ 5-6 കാര്യങ്ങൾ, 6 കൂട്ടം കാര്യങ്ങൾ നമ്മൾ 6 സ്റ്റെപ്പ് കടക്കുമ്പോൾ 7ാം സ്റ്റെപ്പിൽ നമുക്ക് ഭഗവാൻ ശിവനെയും ബ്രഹ്മാവിനെയും ഒരുപോലെ കിട്ടും. 7ാമത്തെ പടിയിൽ 8ാമത്തെ പടി അതും കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാൻ വിഷ്ണു അഥവാ നാരായണനിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് സാധാരണ നമ്മൾ കാണുന്ന ഒരുപാട് യോഗികളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ആൾ ദൈവങ്ങളെന്ന് പറയുന്നവരുണ്ട്, പിന്നെ ഒരുപാട് ബാബാമാരെ, ഒരുപാട് ആചാര്യന്മാരെ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇവരെല്ലാം ശിവയോഗികളാണ്. കാരണം ഇവര് ശിവനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ വിചാരിക്കും പിന്നെ ശിവൻ തന്നെയാണ്, വേറെ ഒന്നുമില്ല, ശിവൻ മാത്രം. പക്ഷെ അവിടെ എല്ലാവർക്കും അഹങ്കാരം ഭയങ്കര കൂടുതലാണ്. അവരിന്ന് കണ്ടിട്ടില്ല, അവർ മറ്റുള്ളവരെ കൊണ്ട് അവരുടെ കാല് കഴിയിപ്പിക്കുന്നത്. അതേസമയം ഒരു വിഷ്ണുയോഗി അങ്ങനെയല്ല. വിഷ്ണുയോഗി തന്റെ ഭക്തന്മാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരിലും ഭഗവാനെ കാണുകയും മറ്റുള്ളവരുടെ കാല് കഴുകാൻ തയ്യാറായിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വിഷ്ണു. ഇപ്പൊ നിങ്ങൾ എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാല് കഴുകി ആ വെള്ളം എന്റെ തലയിൽ തേക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതായിരിക്കും എനിക്ക് ഏറ്റവും പറ്റിയത്. അല്ലാതെ നമ്മുടെ കാലം നീട്ടിപ്പിടിച്ച് അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെ കഴിയിക്കുന്നൊന്നും വിഷ്ണുയോഗം അല്ല. നമുക്ക് കണ്ടിട്ടില്ലേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? കുചേലന്റെ കാല് കഴുകി ആ വെള്ളം, ആ തീർത്ഥമാണ് തലയിൽ ഒഴിച്ചു. അതുപോലെ യേശുക്രിസ്തു ഭഗവാൻ എന്താ ചെയ്തത്? അന്ത്യത്താഴത്തിന്റെ സമയത്ത് തലേദിവസം അദ്ദേഹം എന്ത് ചെയ്തു? 12 അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ളവരാണ് 12 പേര്. ഇവരുടെ 12 പേരുടെയും കാല് ഭഗവാൻ യേശുക്രിസ്തു കഴുകി. അതൊരു വിഷ്ണുയോഗയ്ക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ജഗന്നാഥൻ, നല്ല പേരാണല്ലോ, ഹരിയോം ജഗന്നാഥൻ. ഞാൻ അങ്ങയിൽ ജഗന്നാഥനെ കാണുന്നു. എല്ലാവരും നല്ല പേരുള്ളവരാണ്, ഒക്കെ ഭഗവാന്റെ പേരുകൾ തന്നെയാണ്. ഐശ്വര്യാശ്രീ പിള്ള, ഹരിയോം. അപ്പം ഇതാണ് നമ്മൾ പഠിക്കുന്ന വിഷ്ണുയോഗമാണ്. വിഷ്ണുവിൽ കൂടെ മാത്രമേ നമുക്ക് ഭക്തിയും മുക്തിയും ഒരുപോലെ കിട്ടത്തുള്ളൂ. ഭുക്തിയും മുക്തിയും. ഭുക്തി എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഭഗവാനിൽ കൂടെ കിട്ടും. പിന്നെ അതുപോലെ ആത്മീയമായ നേട്ടങ്ങൾ, അതിൽ കൂടെ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടും. നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യം. ഇപ്പൊ എന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഏത് വസ്ത്രം വേണേലും ഇടും, എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഞാൻ കഴിക്കും, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ല. കാരണം അവർക്ക് മുക്തി ആയിട്ടില്ല. അതുകൊണ്ടാണ് കാരണം അവർക്ക് ഭക്തിയേ ഇല്ല. പിന്നെ ഇവിടെ നിന്ന് മുക്തി കിട്ടുക. അപ്പം ഭക്തിയും വേണം, കർമ്മവും വേണം, നമുക്ക് തൊഴിൽ വേണം. ഈ രണ്ടും അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഭഗവാനെ കിട്ടും. പെട്ടെന്ന്, അധികം താമസമൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അറിയാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഒന്നല്ല, നമ്മൾ 3 ഞാൻ ഇന്നലെ ഉദാഹരണം പറഞ്ഞു. മൂന്നെന്നുള്ള ഓങ്കാരമായ പുരുൾ മൂന്നായി പിരിഞ്ഞുടനെ എന്നൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു ചെറിയ ആൽവിത്ത്, അത് വലിയൊരു മരമാകുമ്പോൾ അതിന് 3 ഭാഗങ്ങളുള്ളത്. ഒന്നായിട്ടിരുന്ന ഒരു വിത്താണ്. അതിന് വേര്, അതിന്റെ തണ്ട്, ഇലകൾ, അങ്ങനെ 3 ഭാഗമായിട്ട് അത് മാറുകയാണ്. പിന്നീട് അതിൽ പൂക്കളുണ്ടാകുന്നു, കായകളുണ്ടാകുന്നു, അത് വേറൊരു ഭാഗം. അതുപോലെ തന്നെ നമ്മളും അമ്മയുടെ വയറ്റിൽ ഒരു ചെറിയ ഏറ്റവും സൂചിമുനെ പോലും എടുക്കാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിക്കായ അതിസൂക്ഷ്മമായ ഒരു കോശമായിരുന്നു. ആ കോശത്തിൽ നിന്നാണ് നമ്മൾ 3ആയിട്ട് പിരിഞ്ഞത്. പിന്നീടല്ലേ നമുക്ക് ബോഡിക്ക് ഷേപ്പ് ഉണ്ടോ? ഒക്കെ ഭഗവാനല്ലേ തരുന്നത്. ആദ്യം നമ്മുടെ ഹൃദയമാണ് രൂപപ്പെടുന്നത്.
10-15 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മളൊരു കടുക് മണിയുടെ അത്രയാവും, അല്ലെ ഒരാഴ്ച കൊണ്ട് ഒരു കടുക് മണി പോലെ ആവും. 15 ദിവസം ആകുമ്പോൾ നമ്മളൊരു കുരുമുളകിന്റെ അത്രയും ആകും. അപ്പോഴത്തേക്ക് നമുക്ക് ഹൃദയം വന്നു. ഇതൊന്നും വന്നാൽ ഒരു അമ്മയെ അറിയുന്നില്ല തന്റെ വയറ്റിൽ കുഞ്ഞ് ജനിച്ചു എന്നുള്ള കാര്യം. ഒരു 30 ദിവസം അല്ലെ 1 മാസം 1.5 മാസം ആയി കഴിയുമ്പോഴാണ് ഒരമ്മ മനസ്സിലാകുന്നത് തന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിച്ചെന്ന്. ഒരമ്മയ്ക്കും പറയാൻ പറ്റത്തില്ല തന്റെ വയറ്റിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞാണോ പെണ്ണോ ആണെന്ന്. ഒരു 3 മാസം ആകുമ്പോഴാണ് ഡോക്ടർമാരത് പറയുന്നത്, ഈ കുഞ്ഞാണോ പെണ്ണോ, അതിന്റെ സെക്സിന്റെ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, അല്ല ജെൻഡറിന്റെ ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പം ഒരു മനുഷ്യർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഭഗവാൻ അതിന് എത്രയോ മുന്നേ നമ്മളെ കണ്ടിരിക്കുന്നു. നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഭഗവാൻ തീരുമാനിച്ചാണ് നമ്മൾ ആരാകണം, എന്താകണം, അതേ നമുക്ക് ആകാൻ പറ്റത്തുള്ളൂ. അല്ല നമുക്ക് വേറെ ഒന്നും ആകാൻ പറ്റത്തില്ല. നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നോ അത് തന്നെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുക. അപ്പം ഇപ്പം തൽക്കാലം യോഗിയാകുന്നതൊക്കെ നമ്മൾ വിടുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് ദൈവങ്ങളുടെ പുറകെ പോകാൻ പാടില്ലാത്തതാകുന്നു. കാരണം നമ്മൾ ജഗത്പിതാവായ ജഗത് സൃഷ്ടാവായ നാരായണന്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഭഗവാനിൽ എല്ലാം അടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു മൊബൈൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിനകത്ത് ഈ പ്രപഞ്ചത്തിലുള്ള സകല ഇൻഫർമേഷനും ഉണ്ടല്ലേ, ഒരു ചെറിയൊരു മൊബൈലിനകത്ത്. പണ്ടൊക്കെ ടോർച്ച് ലൈറ്റൊക്കെ ആൾക്കാർ ടോർച്ചൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ അത് വേണ്ട, നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം അതിലുണ്ട്. ഭക്ഷണം മാത്രം കിട്ടുന്നത്, ഭക്ഷണം കിട്ടും, നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മതി, ഭക്ഷണവും വരും. അപ്പൊ അതിലെല്ലാം ഇൻഫർമേഷൻ ഉള്ളതുപോലെ ഭഗവാനിൽ സകലതും ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ബഹുദൈവങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷ്ണുയോഗം പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കണ്ടെത്താൻ പറ്റുകയുമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഭഗവത്ഗീത 8-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 8-ആണോ 9-ആണോ 9 22-ാമത്തെ ശ്ലോകമാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. അനന്യാശ്ചിന്തയന്തോ യേ ജനപര്യുപാസതേ തേഷാ നിത്യാഭിയുക്താന യോഗക്ഷേമം വഹാമ്യഹം. അനന്യാശ്ചിന്തയന്തോ യേ ജനപര്യുപാസതേ, മറ്റൊരു ദേവതകളിലും ചിന്തയില്ലാതെ, മറ്റൊന്നിലും ചിന്തയില്ലാതെ, അനന്യാശ്ചിന്തയന്തോ യേ ജനപര്യുപാസത, ആരാണോ എന്നെ ഉപാസിക്കുന്നത്, ആരാണോ എന്നെ പ്രാർത്ഥിക്കുന്നത്, ആർക്കാണോ എന്നിൽ ഭക്തിയുള്ളത്, തേഷാ നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യ, അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. അവരുടെ യോഗത്തെയും ക്ഷേമത്തെ അവർക്ക് നേടാനുള്ളതിനെ ഞാൻ നേടിക്കൊടുക്കും. പിന്നെ അതുപോലെ അവർക്ക് നേടിയതിനെ നഷ്ടപ്പെടാതെയും ഞാൻ സൂക്ഷിക്കും. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയാലും അത് നഷ്ടപ്പെടാതെ ഇരിക്കണമല്ലോ. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ എന്താ പറഞ്ഞ വീണ്ടും ശങ്കരൻ തെങ്ങലെന്ന് പറയുന്ന പോലെ ആയിപ്പോകും. അപ്പം ഇതിനെല്ലാം സംരക്ഷിക്കുന്നവരാ ഭഗവാൻ നാരായണന് മാത്രമേ അത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറയും, വിശ്വാസികളാണെന്ന് പറയും. വിശ്വാസവും ഭക്തി രണ്ടാണ്. നമുക്ക് നമ്മളോടുള്ള പ്രേമവും ഭക്തിയാണ്, പ്രേമവും പ്രണയവും വിശ്വാസമാണ് ഭക്തി. നമ്മുടെ പുറത്തുള്ള ഒരു വിഗ്രഹത്തിലോ അല്ലെ ഒരു മതത്തിലോ ഒരു ജാതിയിലോ അല്ലെങ്കിൽ പോട്ടെ ഒരു മറ്റൊരു ദൈവത്തിലോ നമ്മളല്ലാത്ത ഒരു ദൈവത്തിലൊക്കെ ഉള്ള ഒരു സ്നേഹം അല്ലെ ഒരു എന്താ പറയുന്നത് ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസവും ഭക്തി ഒരിക്കലും ഒന്നല്ല. ഒരു ഭക്തനെ ഭഗവാൻ എപ്പോഴും കാത്തുകൊള്ളും. കാരണം ഭഗവാൻ ഭക്തവത്സലനാണ്. ഭക്തൻ ഒരു പോറൽ പോലും ഏക്കാൻ അല്ലെങ്കിൽ പോറൽ പോലും ഉണ്ടാകാൻ ഭഗവാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഭൂകമ്പം വരുവാന്ന് വിചാരിച്ചോ, ഭഗവാനാണല്ലോ ഭൂകമ്പം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമായി അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അതിലൊരു വിഷ്ണു ഭക്തനുണ്ടെങ്കിൽ, മറ്റു ഭക്തിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഒരു വിഷ്ണു ഭക്തനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഭഗവാൻ തലേ ദിവസമേ അവിടുന്ന് വരുന്നതിന് മുന്നേ അവിടുന്ന് മാറ്റി, ഏതെല്ലാം കാരണവശാൽ ആ വ്യക്തി അവിടുന്ന് ഭഗവാൻ മാറ്റിയിരിക്കും, ഉറപ്പാണ്. അപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും ഭക്തിയൊന്നും അല്ല. ഈ ആൾക്കാർ മതം ഇതൊക്കെ പറയുന്നത് ഒന്നും ഭക്തന്മാരിലൊക്കെ നമ്മൾ ഭക്തന്മാരല്ലാത്തവർ നമ്മുടെ ആത്മീയ ഭാഷ മ്ലേച്ഛന്മാരെന്നാണ് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ അത് വിഷ്ണു ഭക്തി തന്നെയാണ്. ഓക്കെ, നമ്മൾക്ക് നമ്മളോടുള്ള ഭക്തി, അതായത് നമ്മളാണ് ജീവനുള്ള ദൈവം. അപ്പം നമുക്ക് ഇപ്പം എൻ്റെ ഉള്ളിൽ ഭഗവാൻ നാരായണൻ ഇരിപ്പുണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നാൽ എനിക്ക് മനസ്സിലാവില്ല നിങ്ങളുടെ ഉള്ളിൽ എല്ലാം അതേ നാരായണനായിരിക്കുന്നു. അപ്പം നിങ്ങളോട് എനിക്ക് വെറുപ്പുണ്ടാകുമോ? നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ആ ഭഗവാനെ തൊഴാനല്ലേ എൻ്റെ മനസ്സ് വരുള്ളൂ. അപ്പൊ ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരെ, മറ്റുള്ളവരെ കൊല്ലുന്നവരെ, മറ്റുള്ളവരെ ബലാത്സംഗം ചെയ്യുന്നവരെ, അങ്ങനെ ഈ സമൂഹത്തിൽ കാണുന്ന അധർമ്മത്തിനെല്ലാം ഉത്തരവാദി ആരാണ്? ഈ മ്ലേച്ഛന്മാരാണ്. ഭക്തി ഇല്ലാത്തവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഭക്തനും അങ്ങനെ ചെയ്തു, ഒരു ഉറുമ്പിനെ പോലും ഒരു ഭക്തൻ വേദനിപ്പിക്കത്തില്ല. അത് അക്കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഒരു സെക്കൻഡ് സമയം നോക്കിക്കോട്ടെ. എൻ്റെ അമ്മ ഇന്ന് 23 മിനിറ്റ് ആയി കേട്ടോ. ഐശ്വര്യാസി പിള്ളേ ഹരിയോ. എനിക്ക് ആരാ ശരിക്കും മനസ്സിലായില്ല, എനിക്ക് ഇവരെ ഒന്നും അങ്ങനെ പരിചയമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹരിയോ. അപ്പോൾ ഞാൻ ബാക്കി കാര്യം കൂടെ പറയട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പിതാവായിരിക്കുന്ന ഭഗവാൻ നാരായണൻ, മാതാവായിരിക്കുന്ന ദേവി വസുന്ധരാദേവി, അതായത് ഭൂമിദേവി, നമ്മളെല്ലാം ആത്മസഹോദരന്മാരാണ്, നമ്മളെല്ലാം ഭഗവാന്മാരാണ്. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ 3 രൂപത്തിലിരിക്കുന്നു. ഇനിയും നമുക്ക് ബ്രഹ്മാവിനെ അങ്ങ് വിടാം. ബ്രഹ്മാവിനെ ആരും ആരാധിക്കുന്നില്ല. കാരണം ബ്രഹ്മാവിന് 4 തലയൊക്കെ ഉണ്ട്. ഒരു മതേതര സ്വഭാവമുള്ള ഒരു ദൈവമാണ്, 0 എനർജിയാണ്. അതുകൊണ്ട് ബ്രഹ്മാവിനെ ആരും ആരാധിക്കുന്നില്ല. അപ്പൊ ബ്രഹ്മാവിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാവും. എന്തായാലും അതാണ് ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിൽ, ഒന്നായിരിക്കുന്ന നിന്നെ രണ്ടായിട്ട് കാണുന്നു.
ഉണ്ടായൊരിണ്ടൽപദം ഉണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകെ എന്നറിയ നാരായണായ നമഃ. അപ്പം നമ്മൾ ഒന്നായിരിക്കുമെന്ന്, നമ്മൾ ഒന്നല്ല രണ്ടാണ്. അതാണ് നമ്മൾ പറയുന്നത് താൻ പാതി ദൈവം പാതി എന്ന്. താൻ പാതി ദൈവം പാതി. അപ്പം നമ്മളെന്നോട് ശരീരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ശിവനാണ്, ലിംഗമാണ്. ശരീരം എന്ന് പറഞ്ഞാൽ ശിവനാണ്. അപ്പം ആത്മാവായിട്ടിരിക്കുന്ന ആരാണ്? നമ്മുടെ ഊർജ്ജമായിട്ട് നമ്മുടെ മനസ്സായിരിക്കുന്ന നമ്മുടെ ബുദ്ധിയായിരിക്കുന്ന ആരാണ്? ഭഗവാൻ നാരായണൻ. അപ്പോഴും ഭഗവാൻ നാരായണന്റെ സ്ഥാനം ഉള്ളിലാണ്, വിഷ്ണുവിന്റെ സ്ഥാനം ഉള്ളിലാണ്. ഭഗവാൻ ആത്മരൂപിയാണ്. ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതേസമയം നമ്മുടെ ശരീരം നമുക്ക് കാണാൻ പറ്റും. ശരീരം എന്ന് പറയുന്ന ആരാണ്? ശിവനാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് നാശമുണ്ട്. അപ്പൊ ശിവന്മാരെല്ലാം നശിച്ചു പോകുന്നുള്ളതാണ്. ശിവാരാധകരും, അതൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ശിവാരാധകരും അങ്ങനെയുള്ളവരെല്ലാം എല്ലാവരും നശിക്കും, എല്ലാവരുടെയും ശരീരം നശിക്കും. അത് ഭഗവാന്റെ ആയാലും ശരീരം നശിക്കും. അപ്പം നമ്മുടെ എല്ലാം ശരീരം ശിവനാണ്. അപ്പം നമ്മുടെ എല്ലാ ശരീരം നശിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിഷ്ണു എന്ന് പറഞ്ഞ ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ബയോ എനർജി അതിനൊരിക്കലും നാശമേ ഇല്ല. അത് ഊർജ്ജമാണ്. ഊർജ്ജത്തിന് ഒരിക്കലും നാശമല്ല. പലരും ചോദിക്കുന്നുണ്ട് ദൈവമാണ് എല്ലാത്തിനും സൃഷ്ടിച്ചത്, അപ്പൊ ദൈവത്തിനെ ആര് സൃഷ്ടിച്ച? ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഊർജ്ജമാണ്. നമ്മളെല്ലാം ഊർജ്ജമാണ്. നമ്മുടെ ഉള്ളിലെല്ലാം ദൈവമുണ്ട്. നമ്മളെല്ലാം ദൈവങ്ങളാണ്, നമ്മളെല്ലാം ഭഗവാന്മാരാണ്. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചത് മഹാദൈവം അല്ലെങ്കിൽ സുപ്രീം ദൈവമായ ഭഗവാൻ നാരായണനാണ്. ജഗത് കാരണനായ നാരായണനാണ്, ജഗത് പിതാവാണ്. അപ്പം നമ്മൾ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുന്നതിൽ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച വരുന്നത്. നിങ്ങൾക്കറിയാമോ എൻ്റെ ജീവിതം, വസന്തകുമാരിക്കൊക്കെ അറിയാം. ഞാൻ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മെഷീൻ വാങ്ങിയത്. 5 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ മെഷീനെ പതുക്കെ ചവിട്ടി തുടങ്ങി. ഒരു 10-11 വയസ്സായപ്പോൾ തന്നെ ഞാൻ അല്പം ഒരുമാതിരിയൊക്കെ തയ്ക്കാൻ തുടങ്ങി. എനിക്ക് ഒരു അനിയത്തി ഉണ്ടായത് എനിക്ക് 11 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ അവള് ഹോസ്പിറ്റലിൽ അമ്മ അവളെ പ്രസവിച്ച് കിടന്നു. അപ്പോൾ ആ കുഞ്ഞിനെ ഞാൻ ഉടുപ്പും നിക്കറൊക്കെ തയ്ച്ചുകൊണ്ട് പോയ ഒരാളാണ്. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് എന്നെ പിന്നെ പുറത്തൊക്കെ തലോടിയിട്ട് പറഞ്ഞു, മോളും മിടിക്കുകയാണല്ലോ, ഈ 11 വയസ്സ് പോലും ഇല്ലാത്ത കുട്ടി ഈ ഉടുപ്പൊക്കെ തയ്ച്ചുകൊണ്ട് വന്നതിൽ അവരെന്നെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ 12 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ തയ്യൽ തുടങ്ങി. അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ യൂണിഫോം തയ്ച്ചു കൊടുക്കുക, എൻ്റെ അയൽവക്കക്കാർക്കൊക്കെ വീട്ടിലൊക്കെ പണിയാൻ വരുന്ന ആൾക്കാർക്ക് ബ്ലൗസ് അങ്ങനെ പലതും തയ്ച്ചു കൊടുത്തു. അന്ന് തൊട്ട് എനിക്ക് വരുമാനമുണ്ട്. ഇപ്പം കൃത്യം പറഞ്ഞാൽ ഒരു 50 വർഷമായിട്ട് ഞാൻ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിന് ഒരു മുടക്കം വന്നിട്ടില്ല. അതെന്താ, ഒരു വിഷ്ണുയോഗിയാണുള്ള ഊർജ്ജം എനിക്ക് ഭഗവാൻ തരുന്നതുകൊണ്ടാണ്. ഞാനൊരു ഭക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ വയസ്സാവാതെയും ഒക്കെ ഈ കർമ്മത്തിലൊക്കെ ഇങ്ങനെ വ്യാപരിച്ചിരിക്കുന്നത് ആ വിഷ്ണു ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇന്ന് മനുഷ്യന് വിഷ്ണു ഭക്തി ഇല്ലെന്നുള്ള കാര്യം ഉറപ്പായല്ലോ. മനുഷ്യന് വേണ്ടുന്നത് പണം വേണം, 2-3 കാര്യമാണ് ഏറ്റവും പ്രധാനം. ഉണ്ണുക, പിന്നെ ഞാൻ വാക്ക് പറയുന്നില്ല, പിന്നെ ഉറങ്ങുക, പിന്നെ മറ്റൊരു കാര്യം. ഈ 2-3 കാര്യങ്ങളിലാണ് മനുഷ്യന്റെ എല്ലാ താല്പര്യങ്ങളും ഇരിക്കുന്നത്. അപ്പം നമുക്ക് അതൊന്നും വേണ്ടെന്ന് ഒരു കാര്യം വേണ്ടെന്ന് അറിയില്ല. ഞാൻ എല്ലാ മനുഷ്യന് ആവശ്യമാണ്. നമുക്ക് ഉണ്ണണം, ഉറങ്ങണം, എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ മറ്റൊരു വാക്ക് പറയാം, പിന്നെ ലിംഗപൂജ ഒക്കെ എല്ലാവർക്കും ആവശ്യമാണ്. അതൊന്നും വേണ്ടെന്ന് പറയില്ല. പക്ഷെ അമിതമായാൽ എന്താ പറയുന്നത്, അമൃതം വിഷമെന്നാണ്. അപ്പൊ ഏതൊരു കാര്യം നമുക്ക് കൂടുതലായി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഷീലാ അയ്യപ്പൻ. അതുകൊണ്ട് എനിക്ക് തീർത്തും ഇതൊക്കെ പറയാൻ പറ്റും. അപ്പം നമ്മൾ വിഷ്ണു ഭക്തിയിലേക്ക് വരിക, നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക, നമ്മൾ ജോലി ചെയ്യണം, നമ്മൾ തൊഴിൽ കണ്ടെത്തണം, അല്ലെങ്കിൽ വീട്ടിലെ പണി നമ്മൾ ചെയ്യുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, നമ്മൾ അതിനെ ഒരു കർമ്മത്തെ ഒരു കർമ്മയോഗമാക്കി മാറ്റണം. യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന് വേണ്ടി ചെയ്യുക. നമ്മളിപ്പം ഭക്ഷണം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഭഗവാന് വേണ്ടി ചെയ്യുന്നു. പിന്നെ മക്കളായാലും അതെല്ലാം നമ്മൾ ഭഗവാന്റെ ആണെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് സമ്പത്തുണ്ടാവാം, കാറുണ്ടായിരിക്കാം, ബംഗ്ലാവ് ഉണ്ടായിരിക്കാം, ബാങ്ക് ബാലൻസ് ഉണ്ടാവാം, എല്ലാം നമുക്കുണ്ടാവാം. പക്ഷെ അതിലൊന്നും ഒരു എല്ലാം ഭഗവാന്റെ ആണെന്ന് നമ്മളങ്ങ് വിചാരിച്ചാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഭക്തിയോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ വിഷ്ണുയോഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഭക്തിയും കർമ്മം കൂടെ സമന്വയിപ്പിക്കുക. അത് രണ്ടും സമന്വയിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മുക്തരാകും. നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളവരും സമാധാനമുള്ളവരും ശാന്തിയുള്ളവരും അതുപോലെ തന്നെ രോഗമുക്തരാകും. നമ്മുടെ എല്ലാ രോഗങ്ങളും പമ്പ കിടക്കും. നമ്മൾ വിഷ്ണുയോഗം എന്ന് പഠിച്ചു നോക്കി, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് കേട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ ഇറക്കി വിട്ടിട്ട് കാര്യമില്ല. നമ്മളിത് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം. പറഞ്ഞ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം കർമ്മം പ്രധാനമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം, നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ളവരെല്ലാം സ്നേഹിക്കുക. നമ്മുടെ ഉള്ളിലാണ് നമുക്ക് പ്രേമം വളരേണ്ടത്. ഇപ്പം കർമ്മം ചെയ്യണം, ഭക്തിയും വേണം. അത് ഭക്തിയോഗവും കർമ്മയോഗവും കൂടെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകുക. അപ്പം നമ്മൾ എല്ലാത്തിൽ നിന്നും മുക്തരാകും. ഇനി ഇത്രേ പറയാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. സമയം 28 ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പഠിക്കാം. അപ്പം ഇന്നലെ ഞാൻ ഏതാണ് ചെല്ലിയതെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ഇന്ന് മുകുന്ദാഷ്ടകത്തിൻ്റെ കുറച്ച് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അപ്പം മുകുന്ദാഷ്ടകത്തിൻ്റെ ബാക്കി ഒരു 4 സ്റ്റാൻസുണ്ട്, ഒരു 4 ശ്ലോകങ്ങൾ അത് ചൊല്ലിയിട്ട് നിർത്താം. മുകുന്ദാഷ്ടകം കരാരവിന്ദേന പാദാരവിന്ദമാണ്.
കളിന്ദജാന്തസ്ഥിത കാളിയസ്യ ഫണാഗ്രഗ്രംഗേ നടനപ്രിയന്തം തൽക്കുച്ഛഹസ്തം ശരദന്തുവക്രം ബാലം മുകുന്ദം മനസാ സ്മരാമി ശിഖേനിയായ ജവയോധതിനെ കര്യാഗ്രഹായാം ഭജനാശികായാം മുക്തായ ജ്യേഷ്ഠം കപടേന സൂക്തം ബാലം മുകുന്ദം മനസാ സ്മരാമി ലംബോളകം ലംബിധാരേഷ്ടി ശൃംഗാരലീലാങ്കുരദന്തബന്ധി ബിംബാദരഞ്ചാരി വിശാലനേത്രം ബാലം മുകുന്ദം മനസാ സ്മരാമി ഉലൂഹലേ ബദ്ധമുദാരജവര ഉത്തുംഗമാലേ ഭംഗലീല ഉത്തുംഗപത്മാലേ ചാരനേത്രം ബാലം മുകുന്ദം മനസാ സ്മരാമി ഏവം മുകുന്ദാഷ്ടമാദരന സത്കൃപടേത സദലേഭ നിത്യ ജ്ഞാനപ്രദം പാപഹരം പവിത്രം ശ്രേയസ്യ വിശ്വസ്യ യശസ്യ മുക്തിയും. അപ്പോൾ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ പഠിച്ച ഇതൊന്നും ഞാൻ ഈ പ്രായത്തിലൊന്നും പഠിച്ചതല്ല. എനിക്ക് തോന്നുന്നു ഒരു വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് ഇതൊക്കെ കേട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. അത് കുഞ്ഞുനാളിലൊരു 3-3.5 വയസ്സിന് മുന്നിൽ പഠിച്ച ശ്ലോകങ്ങളാണ് ഇന്ന് എല്ലാം കാണാപ്പാടമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇന്ന് ഞാൻ കരളിൽ വിവേകം കൂടാതെ കണ്ട അരനിമിഷം പത കളയരുതാരും, അതായത് ഭാഗവതകീർത്തനം 1-ാം പാദത്തിന്റെ പഠിപ്പിച്ചപ്പം അതിനകത്തൊരു ഇതുണ്ട്, കയ്യിൽ വരുന്നത് കൊണ്ടു ദിനങ്ങൾ കഴിക്കഫലം പുനരിച്ഛിക്കൊല്ല. നമുക്ക് എന്താണോ വരുന്നത്, കയ്യിൽ വരുന്ന കൊണ്ടുദിനങ്ങൾ കഴിക്കുക, അതുകൊണ്ട് എന്താണോ കിട്ടുന്നത് അതിൽ നമ്മൾ സംതൃപ്തരാകുക എന്നാണ്. അപ്പോൾ ഓരോ ശ്ലോകത്തിനും ഓരോ അർത്ഥമുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടും പഠിച്ചും വരുന്നവരൊന്നും എവിടെയും പതറത്തില്ല, അവർ ആത്മഹത്യ ചെയ്യാൻ പോകത്തില്ല. അവർ എല്ലാ പ്രശ്നങ്ങളെ തരണം ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ പോസിറ്റീവ് ഊർജ്ജം, അതായത് വിഷ്ണു ഊർജ്ജം നമ്മളെ സ്വീകരിക്കുക. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്ക് രാമനുമാകാം, രാവണനുമാകാം. അതിന്റെ ഓപ്ഷൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളിൽ പോയി നമ്മൾ രാവണനാകും, പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ രാമനാകും. അപ്പം നമ്മുടെ ഉള്ളിൽ വിഷ്ണുവുണ്ട്, ശിവനുണ്ട്, ഏത് വേണോ തീരുമാനിക്കാൻ നമ്മളാണ്. പക്ഷെങ്കിൽ നമ്മൾക്ക് സത്യത്തെ അറിയണമെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് മോചനം കിട്ടി നമുക്ക് ശാന്തിയും സമാധാനം അനുഭവിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിഷ്ണു യോഗത്തിലേക്ക് വരിക, വിഷ്ണു ഭക്തിയിലേക്ക് വരിക, വിഷ്ണു ഊർജ്ജത്തിലേക്ക് വരിക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഹരി ഓം.